ആ വിവാദം ഞാനായിരുന്നു അവിടെ ആ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ കട്ട് ചെയ്തിട്ട് പോയ ഒരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാളിൻ്റെ വിഷയത്തിനെ നാളെ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സംഭവം. അല്ലെങ്കിൽ അവരോട് പെർമിഷൻ നമ്മൾ വാങ്ങണം. അവർ വീഡിയോയിലോ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിലെങ്കിലും ഒരു മെസ്സേജ് വാങ്ങിയിട്ട് അത് ചെയ്തെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് അത് മറ്റൊരു തരത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളിലൊന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. കാരണം അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. ഇപ്പം ഞങ്ങൾ ഒരുപാട് പിന്നെ ചീത്തവിളികൾ കേൾക്കാറുള്ള ആളാണ്. പക്ഷേ അത് ഒരു മോശം വാക്കുകളും ടെലികാസ്റ്റ് ചെയ്യാറില്ല. കാരണം ആ വാക്കുകളൊക്കെ അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ടെലികാസ്റ്റിലേക്ക് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടായി, അതിൽ മാപ്പ് പറയുന്നു. അതിനുശേഷവും തുടരുന്ന സൈബർ ആക്രമണം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ ഒരാളെ എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഒരാൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. അയാൾ കൃത്യമായി മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞെങ്കിൽ അവിടം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഇത്രയും വലിച്ചു നീട്ടേണ്ട അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മനുഷ്യനാണ്. പിന്നെ ഇതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രാങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ അഞ്ജലി ചെയ്തത് ആണെങ്കിലും സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. പിന്നെ ചില വാക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് പറയണം. ചില വാക്ക് നമ്മൾ ചെയ്യുമ്പോൾ പോലും നമുക്കറിയില്ലല്ലോ ഈ വരുന്ന ആൾ എന്ത് സ്വഭാവക്കാരി ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോഴായിരിക്കും, ഈ കഥ അവസാനിപ്പിച്ച് ടെലികാസ്റ്റ് ഷൂട്ട് പൂർണ്ണമാകുമ്പോഴായിരിക്കും ആൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്.